സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ ബൈപ്പാസിലോട്ടാണ്. ആറ്റിങ്ങൽ ബൈപ്പാസ് നമ്മൾ 2 വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അതിനിടയിൽ ഈ ഒരു കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യും, വേറെ ആൾക്കാർ ഇത് ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും അന്ന് 2024 ലോക്സഭ ഇലക്ഷൻ നടന്ന ആ ഒരു സമയം ആയതുകൊണ്ട് അന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന പണികളൊന്നും നടന്നിട്ടില്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ അവിടെ RDS കമ്പനിയല്ല പണി ചെയ്യുന്നത്, RKC കമ്പനിയാണ് പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ചെങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേശീയപാത 66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ തീരെ പണി നടക്കാത്ത, അതായത് ഒരു പണിയും ഒരു പുരോഗതി ഇല്ലാത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മലബാർ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് വാഗഡ് കമ്പനിയെ കുറിച്ചിട്ടായിരിക്കും. മലബാർ മേഖലയിൽ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ചിട്ട് വാഗഡിൻ്റെ പണി 5 പൈസയ്ക്ക് ഇല്ല, ഒറ്റ മോശമാണ്. അപ്പോൾ അതിലേറെ തീരെ പണി നടക്കാത്ത, ഫിസിക്കലി 50% പോലും പണി പൂർത്തിയാക്കാത്ത ഒരു റീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരു പണിയുടെ ഏതായാലും നമ്മളെ വീഡിയോ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ടല്ലോ, അവരറിയട്ടെ ഈ ഭാഗത്ത് ഇത്രയൊക്കെ പണികൾ നടന്നിട്ടുള്ളൂ എന്നുള്ളത്. അതേ സുഹൃത്തുക്കളെ, ദേശീയപാത 66 തീരെ പണി നടക്കാത്ത റീച്ചുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ എല്ലാവരും മനസ്സിലും ആദ്യം വരുന്ന ഉത്തരം കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗത്തെ ദേശീയപാതയുടെ പണികളായിരിക്കും. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തെക്ക് ഭാഗത്ത് തീരെ പണികൾ നടക്കാത്ത കാഴ്ചകളാണ്. കഴക്കൂട്ടം കണ്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കണിയാപുരം ആ ഭാഗത്തു നിന്നാണ് ദേശീയപാത 66 പണികൾ പിന്നെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. കഴക്കൂട്ടത്തിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് അവിടെ ഒരു ടാറിങ് ചെയ്യുന്ന പണികളൊക്കെ ഏകദേശം ആ ഒരു ഫ്ലൈ ഓവറിനോട് കണക്കാക്കിയിട്ട് അവിടെ അങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണിയാപുരം ഭാഗത്ത് ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ ഒരു സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിൽ ഗാഡർ വെച്ചു, അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ മെല്ലെ സ്ലോ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെ ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ RDS എന്ന കമ്പനി മാറിയിട്ട് RKC കമ്പനിയാണ്. എന്തായാലും ഇവിടെ അടുത്ത് ഈ ഒരു കാലാവധി ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായല്ലോ, എന്തായാലും ഇവിടെ അടുത്ത് ഈ കമ്പനിയെ RDS കമ്പനിക്ക് കീഴിലാണ് RKC കമ്പനി പണി ചെയ്യണം കേട്ടോ, അല്ലാതെ വേറെ ടെൻഡറിൽ RKC കമ്പനി പണി ചെയ്യുന്നതല്ല. അപ്പോൾ RDS കമ്പനി തന്നെയാണ് ഇപ്പോഴും ഇവിടെ കരാർ കമ്പനിയായിട്ട്. RDS കമ്പനിയാണ് അവർക്ക് കീഴിൽ, അവർ സബ് കൊടുത്തതാണ് ഈ ഒരു RKC കമ്പനിക്ക്. എന്തായാലും ഈ കമ്പനിയെ ഉടനെ തന്നെ ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് കേൾക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുള്ളൂ. എന്തായാലും കാലാവധിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചായി, ഇനിയും ഇമാതിരി പണി നടത്തിക്കാന്നുണ്ടെങ്കിൽ ഇവരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലാതെ കാര്യമായിട്ട് ഇവിടെ ഒരു പുരോഗതിയും ഇല്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും കഴക്കൂട്ടം എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളാട്ടതൊക്കെ. മംഗലാപുരം ഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒന്നും ഒരു പുരോഗതി ഇല്ല. അപ്പോഴും ആ ഒരു 2 വരി നിലവിലുള്ള 2 വരി ഹൈവേയിലൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ പോകുന്നത്. ഈ തിരുവനന്തപുരം ഭാഗത്ത് മണ്ണ് കിട്ടാത്ത പ്രശ്നം അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്ത ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ മലബാറിനോട് ചേർന്ന അല്ലെങ്കിൽ മലബാറിലുള്ളത് പോലത്തെ ഒരു ഭൂപ്രകൃതിയാണ് കൊല്ലം ജില്ലയിലെ ഈ ഒരു ഭാഗത്തൊക്കെ. അണ്ടർപാസുകൾ, ഓവർപാസുകൾ, പിന്നെ കുന്നുകളുണ്ട്. അങ്ങനത്തെ മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ചുവന്ന മണ്ണ് തന്നെ ഇവിടെ ദേശീയപാത നിർമ്മാണത്തിന് കിട്ടും. തൃശ്ശൂർ ജില്ല കഴിഞ്ഞു, ആലപ്പുഴ ജില്ല, കൊല്ലം ബൈപ്പാസൊക്കെ ആ ഒരു എത്തുന്നത് വരെയാണ് പിന്നെ ചുവന്ന മണ്ണ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ചുവന്ന മണ്ണ് ഇഷ്ടം പോലെ കിട്ടും. ഏറ്റവും നിർമ്മാണത്തിന് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല മണ്ണ് ചുവന്ന മണ്ണാട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്ത് ഏകദേശം ഒരു 500 മീറ്ററോളം റോഡിൻ്റെ പണി ഇങ്ങനെ ആയിട്ടുണ്ട്. സർവീസ് റോഡിലൂടെയാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത്. ഈ ഒരു ഡ്രോൺ വിഷ്വൽ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും കുറേ കുന്നും മലകളല്ല, ആ ഒരു ഇതൊക്കെയുള്ള ആ ഒരു ഭൂപ്രകൃതിയാണ് ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കേട്ടോ. ഏതായാലും കരാർ ഏറ്റെടുത്ത കമ്പനി ആ ഒരു കമ്പനിയേക്കാളും പണിയിൽ കുറച്ച് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണിക്കാരും അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം തോന്നുന്നു 1 വർഷം മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ, ആദ്യം വന്നത് 2024 ആ ഒരു സമയത്താട്ടോ. അന്ന് ആ ലോക്സഭ ഇലക്ഷൻ്റെ ആ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അതിനുശേഷം പിന്നെ ഒരു പ്രാവശ്യം വന്നിരുന്നു. തീരെ പണി നടക്കാത്തത് കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാതെ പോയി. എന്തായാലും ഇപ്പോഴും അതേപോലൊക്കെ തന്നെ കാര്യമായിട്ടൊരു പുരോഗതി ഇല്ല. ഏതായാലും ഈ ഒരു ഭാഗത്തേക്ക് വന്നതല്ലേ, പിന്നെ ഇതിൻ്റെ കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോകാം എന്ന് കരുതി ഒരുപാട് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ പുറത്തു നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ദേശീയപാതയുടെ അപ്ഡേറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തെ ആളുകളും നമ്മളൊക്കെ വീഡിയോ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി.
ഇതാണ് അവസ്ഥ. ഇപ്പോഴും ഒരുപാട് സ്ഥലത്ത് നിലവിലുള്ള ഹൈവേയിലൂടെ തന്നെയാണ് ഈ ഒരു ആറ്റിങ്ങൽ ബൈപ്പാസ് കഴിഞ്ഞ ഒരു ഭാഗം മുതൽ കഴക്കൂട്ടം വരെ പോകുന്നത്. ഇവിടെ ഒരു മേൽപ്പാലം വരുന്നുണ്ട്, ഒരു അണ്ടർപാസ് ആണ്. അണ്ടർപാസിന്റെ ആ ഒരു പിയർ ക്യാപ്പിന് മുകളിലേക്കുള്ള ഗാഡറുകളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഗാഡറുകൾ സെറ്റ് ആയിട്ട് കുറെ ഹൈക്കണം തോന്നുന്നു, അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണിക്കാരുണ്ട് കേട്ടോ, കുറച്ചൊക്കെ പണിക്കാരുണ്ട്. വാഗഡിന്റെ റീച്ചിൽ ആ ഒരു ഇതുപോലെ തന്നെ, പക്ഷെ വാഗഡ് കമ്പനി കുറച്ച് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം ഭാഗത്തൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഇവിടുന്ന് ഒരു ഡോക്ടർ ഒരാളെ കണ്ടു. അയാൾ നമുക്കുള്ള താമസ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തന്നിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു പുതിയ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ. മൂപ്പര് ഖത്തറിലുള്ള കേട്ടോ, ഖത്തറിൽ ലീവിന് വന്നതാണ്. അപ്പോൾ ഇവിടെ മംഗലപുരം എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മംഗലപുരം. ഇവിടെ നമ്മൾ അന്ന് വന്നെന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെ കാട് മൂടിയിട്ട് എടുക്കട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ ഈ ഒരു വശത്തേക്കുള്ള, അതായത് കൊല്ലം ഭാഗത്തേക്ക് പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ഈ ഒരു അണ്ടർപാസിന്റെ പണി ഇതെങ്ങനെ ആയതുകൊണ്ട് സർവീസ് റോഡിന്റെ പണികൾ ആദ്യം തീർത്തു. ഇവിടെയൊക്കെ RE പാനൽ വെച്ച് മണ്ണിട്ട് തീർത്തുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിന് നല്ല വീതി ഉണ്ട് കേട്ടോ. നമ്മളെ കൊല്ലം ജില്ലയിൽ കണ്ടതുപോലെ തന്നെ സർവീസ് റോഡിന്റെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഞാൻ അവിടെ ഈ വാളിൻ്റെ ആ ഭാഗത്ത് കെർബ് വരാനുണ്ട്. ഫുട്പാത്തിൻ്റെ പണികൾ വരുമ്പോൾ മനസ്സിലാക്കാം എത്രത്തോളം സ്ഥലം ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ സർവീസ് റോഡ് നല്ല ഉഷാറാണ്, നല്ല വീതിയുണ്ട്. മലപ്പുറം ജില്ലയിലെ ആ ഒരു സർവീസ് റോഡിനേക്കാളേറെ വീതിയുണ്ട്. എന്തായാലും ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാ പണികളും കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കുമ്പോൾ അപ്പോഴും ദേശീയപാതയുടെ പണികൾ എല്ലാ സ്ഥലത്തും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അഥവാ കഴിഞ്ഞാലും ഇവിടെ ഈ ഒരു കമ്പനിയെ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി അത്ര മോശപ്പെട്ട കമ്പനി ഒന്നും അല്ല കേട്ടോ. കേരളത്തിലെ 2-3 സ്ഥലത്തൊക്കെ ഒരു പണി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റി, എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ കാലമില്ലല്ലോ. ഏതൊരാൾക്കും നല്ല കാലം ഉണ്ടാവും. ഇപ്പം ഫുട്ബോൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീനക്ക് ഇപ്പം നല്ല കാലമാണ്. ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് അർജന്റീന വേൾഡ് കപ്പിൽ നല്ല കളിയാക്കാറ്, സ്കോഡും കാര്യങ്ങളൊക്കെ ഉഷാറാക്കാറ്. പക്ഷെ കപ്പ് അർജന്റീനക്ക് ഇല്ല ഇനി. ഇപ്പോൾ അർജന്റീന കുറച്ച് ഉഷാറാണ്. അതേപോലെ എല്ലാ കമ്പനിയും കുറച്ച് കാലം നല്ല ഉഷാറായിട്ടുണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ, ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ പണി ചെയ്യുന്ന KMC കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരുപാട് ദൂരത്തിൽ റോഡ് നിർമ്മിച്ച ഒരു വലിയ കമ്പനിയാണ് KMC എന്ന കമ്പനി. ചെമ്പകമംഗലം എന്ന സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുവശത്ത് വാളിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ വാളിൻ്റെ പണികൾ ഈ ഒരു കോലം ആക്കി എടുത്തിട്ടുണ്ട്. നിലവിലുള്ള റോഡ് കൂടെ തന്നെയാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 2022 കണ്ട ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇനി സോയിൽ നെയിലിംഗ് ആണോ കോൺക്രീറ്റ് വാളാണോ, സോയിൽ നെയിലിംഗ് ആണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു ഉറപ്പില്ലാത്ത മണ്ണാണല്ലോ, ചേടി മണ്ണ്. ഈ പ്രദേശത്ത് എന്താണ് പേര് എന്നറിയില്ല. ഏതായാലും ആറ്റിങ്ങൽ ബൈപ്പാസിനോട് അടുത്തേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ കുറച്ച് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. കാര്യമായിട്ടുള്ളൊരു പുരോഗതി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഇവിടുത്തെ കാര്യമായിട്ടുള്ള പുരോഗതി ആവും. ആ പോസ്റ്റ് അവിടെ നിന്ന് എടുത്ത് മാറ്റാണ്ട് ഈ പോസ്റ്റ് മാറ്റുന്ന പണികളൊക്കെ ചില സ്ഥലത്തൊക്കെ നല്ല സ്പീഡായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 2 വർഷം കാത്തിരുന്നു പോസ്റ്റ് മാറ്റി വെക്കാൻ. പക്ഷേ മാറ്റി വെക്കുന്ന പണികളാണ് തുടങ്ങിയപ്പോൾ ഉഷാറായിട്ട് പെട്ടെന്നാണ് തീർന്നത്. ചാവക്കാട് വരെയുള്ള പോസ്റ്റ് മാറ്റി വെക്കുന്ന പണികളൊക്കെ ഫട്ടാഫട്ട് തീർന്നിട്ടോ. ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകും. ഇതാണ് ആറ്റിങ്ങൽ ടൗണിലേക്കുള്ള പാത. ആറ്റിങ്ങലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലം കേട്ടോ. നമ്മൾ തെക്ക് ഭാഗത്ത് ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. എന്തായാലും വടകര ആൾക്കാരെ മനസ്സിലുണ്ടല്ലോ. വടകര പഴയ അങ്ങാടി കൂടെ ഇപ്പോൾ പുതിയൊരു ബൈപ്പാസ്, ദേശീയപാത ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കൂടെ ആണല്ലോ കടന്നു പോകുന്നത്. വടകര പഴയ ടൗണിലൂടെ ഹൈവേ കടന്നു പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ്, ആ ഒരു തിരക്കാണ് ആറ്റിങ്ങലൊക്കെ. ആറ്റിങ്ങലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഇടതുവശത്ത് കൂടെയാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഇത് ആറ്റിങ്ങൽ ടൗണിലേക്കുള്ള പാതയാണ്. റീടാറിങ് ഇവിടെ അടുത്ത് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. എന്തായാലേ പുല്ലും കാടും ഒന്നായിട്ടൊരു റോഡ് പണി നടക്കുന്ന സ്ഥലമാണ് എന്ന് ചിലപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാകില്ല. നമ്മളെന്തായാലും ആറ്റിങ്ങൽ ബൈപ്പാസിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതെ പോയതാണ്. കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല, ഒരു പുരോഗതിയും ഇല്ലാത്ത വല്ലാത്തൊരു ബൈപ്പാസാണ് ആറ്റിങ്ങൽ ബൈപ്പാസ്. ആറ്റിങ്ങൽ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ടാണ് അതിലൂടെ കൊണ്ടുപോയിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മിക്കുന്നത് കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഇതിലൂടെ ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് കണ്ടോളി. 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും. ഇതാണ്
ബിറ്റുമിൻ പ്ലാന്റ് കേട്ടോ. നമ്മളെ ടാർ ചെയ്യാൻ പോകുന്ന ബിറ്റുമിൻ കോൺക്രീറ്റ് ഉണ്ടല്ലോ, അത് ചെയ്യുന്ന പ്ലാന്റാണിത്. ഇവിടെ കുറേ ആ ഒരു 60 mm ആണോ ഇത് മറന്നിക്കണം, എന്തായാലും ആ ഒരു മെറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ടാറിങ്ങിൻ്റെ പ്രോസസ്സിങ്, അതായത് ടാറിങ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ആ ഒരു പ്ലാന്റ് ഇവിടെയാണ്. ഇവിടെയൊക്കെ കുറേ കാലം മുമ്പ് ഇങ്ങനെ ആയതാണ്. പിന്നെ ആ 2024 സമയത്ത് നമ്മൾ വന്നപ്പോൾ, നമ്മൾ ഈ ഒരു ബൈപ്പാസിലേക്ക് ആദ്യമായിട്ട് കടന്നപ്പോഴോ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 2024 കഴിഞ്ഞതാട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു, ആ വാറ്റിങ്ങിലൊക്കെ നല്ല സ്പീഡിലാണ് പണി. അന്ന് മലപ്പുറത്ത് നിന്ന് ഈ ഒരു ദേശീയപാതയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു. കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം അവിടുത്തെ പണികളൊക്കെ കണ്ട് നേരിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ സ്ഥലത്ത് ടാറിങ് ചെയ്യുന്ന പണികളൊക്കെ ഈ ഒരു കോലം, ഇതൊക്കെ അന്നത്തെ കോലാട്ടോ. അന്നിങ്ങനെ കണ്ടപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നു, ആ വാറ്റിങ്ങൽ ബൈപ്പാസ് ഇതിപ്പോൾ പൂർത്തിയാവട്ടെ, 2025 ആകുമ്പോഴത്തേന് ഇതിലൂടെയൊക്കെ വാഹനം ഓടിച്ച് പോകാം എന്ന് കരുതിയിരുന്നു. അന്ന് ഫിസിക്കലി 45% പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത് 50 എത്തിയിട്ടില്ല. അങ്ങനെയാണ് RDS കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യും എന്നൊക്കെ ആ ഒരു ഇലക്ഷൻ സമയത്ത് ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പോൾ അവരെ കീഴിൽ വേറൊരു കമ്പനി പണിയെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെയും സോയിൽ നെയിലിങ്ങിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കുറേ കാലം മുമ്പ് ഇങ്ങനെ ഈ ഒരു കോലമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൊല്ലമ്പുഴ ഭാഗത്തെ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലമ്പുഴയിലെ ഒരു ക്ഷേത്രം ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ടും ബൈപ്പാസിലൂടെ എപ്പോഴും സഞ്ചരിക്കാൻ പറ്റൂല. കൊല്ലമ്പുഴ പാലത്തിലൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് പിന്നെ പഞ്ചായത്ത് റോഡും കൂടെ ഒക്കെ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയിക്കാണ്ട് പിന്നെയും ബൈപ്പാസിലേക്ക് വന്ന് കയറണം. അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ ചെയ്തത്. നമ്മൾ കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ലേക്കുകൾ ഇങ്ങോട്ട് പോന്നോട്ടെ. ഇതാണ് കൊല്ലമ്പുഴ. ഇവിടെ ഉണ്ടെങ്കിൽ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു നീല ബസ് അങ്ങനെ പോണ്, അത് ആറ്റിങ്ങൽ ടൗണിലേക്ക് പോകുന്ന ബസ്സാട്ടോ. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. അതൊക്കെ ഇതാണ് റോഡ്. ഇവിടുന്ന് ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി വളഞ്ഞിങ്ങനെ പോകണം. ബൈപ്പാസിലൂടെ പൂർണ്ണമായിട്ടും സഞ്ചരിക്കാനുള്ളൊരു കോലം ആക്കി എടുത്തിട്ടില്ല. അതായത് ഇവരുടെ വാഹനങ്ങൾ പോലും അങ്ങനെയാണ് ചുറ്റി വളഞ്ഞു പോകുന്നത്. ഇവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ, കൊല്ലമ്പുഴ ആ ഒരു പാലം വരുന്നുണ്ട്. പാലത്തിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കണക്ഷൻ ആക്കിയിട്ടില്ല. പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുറേ കാലം മുമ്പ് ഇങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ ഒന്നും കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഏതായാലും 2024 ഇലക്ഷൻ സമയത്ത് നമ്മളോട് വന്നപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ 3 സ്ഥാനാർത്ഥികളും ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് കാലത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കൂടിയാണ് ഈ ഒരു റിയലൈൻമെൻറ്റ് കേട്ടോ. അതായത് ഈ ഒരു ബൈപ്പാസ് വന്നത് ദീർഘദൂര യാത്രക്കാർക്ക് ആറ്റിങ്ങൽ ടൗൺ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സംഭവം തന്നെയാണ്. പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ. എന്താ നല്ല തിരക്കുള്ള സ്ഥലമാണ്, നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് ആറ്റിങ്ങൽ കേട്ടോ. പ്രധാനപ്പെട്ടൊരു ടൗൺ കൂടിയാണ് ആറ്റിങ്ങൽ. നല്ല തിരക്കുള്ള 2-3 സിഗ്നലുണ്ട്, നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കൊല്ലമ്പുഴ പാലം. ഇത് കണക്റ്റ് ആയിട്ടില്ല. ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ അത് കുറച്ചൊരു പുരോഗതി ഉണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഒരു പഞ്ചായത്ത് റോഡ് കൂടെ ഒക്കെ ഇങ്ങനെ കയറി ചെല്ലണം അപ്പുറത്തേക്ക് കിടക്കാൻ. അണ്ടർപാസ് ബോക്സ് അണ്ടർപാസ് ആണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളെ വീഡിയോ ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. കുറച്ച് ആളുകൾ നമ്മളങ്ങനെ പൊക്കി അടിക്കില്ല. നമ്മളാണ് ലോക്കലുള്ളൂ. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉഷാറാണ്. അപ്പോൾ അവരൊന്ന് അറിയട്ടെ ഈ ഒരു ഭാഗത്ത് തീരെ പണി നടന്നിട്ടില്ല എന്നുള്ളത്. പൂർണ്ണമായിട്ടും സഞ്ചാരയോഗ്യമല്ലെങ്കിൽ ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്. നമ്മൾ അറിയാത്ത ഈ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. കാരണം ചിലപ്പോൾ ലൊക്കേഷൻ ഇട്ടാലൊന്നും ചിലപ്പോൾ അയിക്കൂടി ഇതിൽ കൂടെ ഒക്കെ കൊണ്ടുപോകും. ഇപ്പോൾ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്കുള്ള ലൊക്കേഷൻ ഇടാൻ പറ്റില്ല. ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ഇതേപോലെ പഞ്ചായത്ത് റോഡ്, നാട്ടുവഴികളും ഇടവഴികളൊക്കെ താണ്ടിയിട്ടാണ് ഓരോ വ്ളോഗും നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത്. കണ്ടങ്ങൾ എന്താല്ലേ, മലപ്പുറത്ത് അവിടുന്ന് വന്നുകൊണ്ടാണ് ഈ ഓരോ ഗ്രാമപ്രദേശങ്ങളുടെ ഓരോ ഇടവഴിക്കൂടെ നമ്മളിങ്ങനെ പോകണം കേട്ടോ. ഈ ഉൾഭാഗത്ത് കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് കുറേ നട്ടം തിരിയൽ. കുറേ ഉള്ളിൽ കൂടെ അയിക്കോടി ഇതിൽ കൂടെ ഒക്കെ ചുറ്റി തിരിഞ്ഞ് പോകണം. എപ്പോഴും കണ്ണൂർ ബൈപ്പാസിലൂടെ പൂർണ്ണമായിട്ടും സഞ്ചാര യോഗ്യമല്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ഏകദേശം അടുത്തെത്തിക്കണേ. ആ മണ്ണിൻ്റെ കളറ് മാറി തുടങ്ങി. അതായത് ഇതിലൂടെ ടിപ്പറും കാര്യങ്ങളൊക്കെ പോയിട്ട് വാള് കണ്ടു. ആ ഒരു പാലം കടക്കാനാണ് 3 കിലോമീറ്റർ നമ്മൾ ചുറ്റിത്തിരിഞ്ഞ കേട്ടോ. ഇവിടെ ഒന്നും കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ല കേട്ടോ. അപ്പുറത്ത് ഇപ്പോൾ ആ ഒരു മണ്ണിടിച്ചിലും പാറയുള്ള സ്ഥലമാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ പ്രദേശത്തെ ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ അന്ന് ഫുള്ള് മണ്ണിടിച്ചിലും ഇതിലൂടെയൊക്കെ വന്നതിൻ്റെ പേടിപ്പെടുത്തുന്ന ഒരു ഇതായിരുന്നു. കാരണം ആരും ഉണ്ടാവില്ല ഇവിടെ. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ലോറിയും കാര്യങ്ങളൊക്കെ പോയിട്ട് റോഡ് ലെവലായിട്ടുണ്ട്. ഇവിടെ ഒന്നും മണ്ണെടുക്കുന്ന പണികൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഇനി ഓവർപാസ് വരുമോ? ഓവർപാസ് അതോ സോയിൽ നെയിലിംഗ് മാത്രമാണോ? ഈ പ്രദേശത്തെ വാഹനങ്ങൾ എങ്ങനെ കടന്നു പോകുക?
ഇവിടെ സോയിൽ നെയിലിംഗ് ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റ് വാളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരെയുള്ളൂ. ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ ആ ഒരു ഇതെത്താ വെള്ളത്തിൻ്റെ പൈപ്പാണ് ഇങ്ങനെ പോണ്. റോഡിൻ്റെ പണി കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പോവുക. ഇവിടെയൊക്കെ എപ്പോഴും ആ ഒരു ദേശീയപാതയുടെ പണി തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു അതേ ഒരു അവസ്ഥയിലാണ്. ഇത് NHയുടെ ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് മറ്റുള്ള സ്ഥലത്തൊക്കെ പണി കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? മണ്ണിടിച്ചിലുള്ളൊരു ഭാഗമാണ്. ഇവിടെ മണ്ണ് ആ ഒരു സ്ഥലത്തൊക്കെ സ്ലോപ്പാക്കിയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടൊരു പുരോഗതിയില്ല. ഇതൊക്കെ നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന നല്ല ആവേശത്തോടെ പറഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ അന്ന് കെട്ടിക്കിടന്ന വെള്ളം തോന്നുന്നു. ഇപ്പോഴും അത് പറ്റിയിട്ടില്ല. നല്ല ചൂടാട്ടോ. എന്തായാലും ഈ ഒരു കമ്പനിയെ ഒഴിവാക്കി വേറെ ഏതെങ്കിലും കമ്പനി പണി ഏറ്റെടുത്താൽ ചിലപ്പം ഒരു 2 കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാകുന്നതായിരിക്കും. ചിലപ്പോൾ കേട്ടോ. ഏറ്റെടുക്കാൻ വേറെ ആരെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ഉണ്ടാകും. 2025 അവസാനത്തോടു കൂടി കേരളത്തിലെ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും തീരും എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ഒരു ദേശീയപാതയിലൂടെ പൂർണ്ണമായിട്ടും സഞ്ചരിച്ചാൽ എവിടെയൊക്കെ എന്തൊക്കെ പണികൾ തീർന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ വാർത്താ സമ്മേളനവും മറ്റൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിരിക്കലായി. ഇതൊക്കെ എന്ന് തീരാനാ? കാരണം നേരിട്ട് പോയി വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ നിങ്ങൾ, വെറൈറ്റി പേരട്ടോ, MLA പാലം. അതിനുണ്ട് MLA പാലം ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുന്ന ഒരു ഭാഗം വരെ ആദ്യം കുറേ മുമ്പ് പണികൾ നല്ല ഉഷാറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ല. എനിക്കറിയാം ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും ആറ്റിങ്ങൽ ബൈപ്പാസ് എത്രത്തോളം പണികൾ നടന്നു, എത്രത്തോളം പണികൾ ഇനി ബാക്കിയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതേപോലെ 2026 അവസാനത്തോടെ അല്ലെങ്കിൽ 2025 അവസാനത്തിൽ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും തീരും എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ വല്ല പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കണ്ട എന്ന് ഉള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിലാണ് ദേശീയപാതയുടെ പണികൾ തെക്ക് ഭാഗത്ത് ഇപ്പോൾ തീരെ സ്പീഡില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മുതൽ ചാത്തന്നൂർ വരെയൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ദേശീയപാതയുടെ പണികൾ ചെയ്യുന്ന കമ്പനി, ആ ഒരു കമ്പനിക്ക് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറച്ച് വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒച്ചിറ ഭാഗത്തും ഒച്ചിൻ്റെ വേഗത്തിലാണ് ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിക്കുക എന്നുണ്ടെങ്കിൽ ആലപ്പുഴ ബൈപ്പാസിൽ ആ ഒരു ബീച്ച് എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ, അവിടെ 2 സ്ഥലത്ത് ROBക്ക് മുകളിൽ ഗാഡർ വെക്കേണ്ടതുണ്ട്. അതൊക്കെ കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. അതേപോലെ ബീച്ച് എലിവേറ്റഡ് ഹൈവേയുടെ 2 സൈഡിലും പണികൾ കാര്യമായിട്ട് നടന്നിട്ടില്ല. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും നല്ല വേഗത്തിൽ പണി നടന്നിട്ടുള്ളത് അശോക ബിൽഡ്കോൺ കമ്പനിയുടെ റീച്ചിലായി അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ആ ഒരു ഭാഗത്താണ് കാര്യമായിട്ട് പണി നടന്നിട്ടുള്ളൂ. എറണാകുളം ജില്ലയും ദേശീയപാതയുടെ പണികൾ തീരാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അതേപോലെ തൃശ്ശൂർ ജില്ലയിലും നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പിന്നെ ഏകദേശം ഓക്കെയാണ്. കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗത്തും പണി കഴിയണമെന്നുണ്ടെങ്കിൽ ഇനി 1 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരും. കണ്ണൂർ ജില്ലയിലും കണ്ണൂർ ബൈപ്പാസിൻ്റെ പണികൾ തീരാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും തീരാൻ ഇനിയും 2 വർഷത്തിലേറെ സമയം കാത്തിരിക്കേണ്ടി വരും. ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ വേറെ ആൾക്കാരെ വർത്താനം കേട്ടുകൊണ്ട് ഒന്ന് ചിലക്കാതെ പോടേ എന്ന് പറഞ്ഞേക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടം വരെയാണ് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുകയാണ്. അവിടുന്ന് ഡ്രോണിൻ്റെ സിഗ്നൽ കട്ടായി, ഡ്രോണോടെ നിന്നു. ഏതായാലും സുഹൃത്തുക്കളെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ആറ്റിങ്ങൽ ബൈപ്പാസിലെ പുതിയ വിശേഷങ്ങളെന്ന് പറയാനില്ല. പഴയ വിശേഷങ്ങളും ഇതേപോലെ തന്നെ ആയിരുന്നു. കണ്ണുകളെ, ഇവിടെ മാത്രമേ ആ തണലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ തണലത്ത് നിന്നിട്ട് നമ്മൾ വണ്ടിയെ നിർത്തി ഇവിടുന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഡ്രോൺ പറത്താറ്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്യും. ഏതായാലും ഈ ഒരു തണലുള്ളതുകൊണ്ട്, ഇതേപോലത്തെ ചെറിയ ചെറിയ മരങ്ങളുള്ളതുകൊണ്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. എന്താ നല്ല ചൂടാട്ടോ, കരിവാളിച്ച് പോയിക്കണേ. അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കേണ്ടി, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളിട്ടോ. ഏതായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മലപ്പുറത്ത് നിന്ന് ചൈനേജ് നമ്പർ 273 എന്നാണ് 530 ചൈനേജ് നമ്പർ 530 നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടായിക്കോട്ടെ, മറക്കണ്ട. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.